ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയൊരു ഫ്രേസിനെ കുറിച്ചാണ്. ആസ് ഇഫ്. ചെറുതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു യൂസ് ആണ് ആസ് ഇഫിനുള്ളത്. പലരും ഈ ഫ്രേസ് ഒരുപാട് സെന്റൻസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ എവിടെയാണ് ആസ് ഇഫ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ പഠിക്കാം. ആദ്യം ഞാൻ ഒരു സെന്റൻസിൽ നിന്ന് തുടങ്ങാം. He talks as if he knows everything. He talks as if he knows everything. എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം? അവൻ എല്ലാം അറിയുന്നത് പോലെ സംസാരിക്കുന്നു. അറിയുന്നത് പോലെ. ഈ ഒരു പ്രയോഗം ശ്രദ്ധിച്ചോ? അവൻ എല്ലാം അറിയുന്നത് പോലെ. ഇത്തരത്തില് പോലെ, പോലെ തോന്നുന്നു, എന്ന പോലെ, അതുപോലെ എന്നീ പ്രയോഗങ്ങൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഈ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ആസ് ഇഫ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഈ സെന്റൻസിൽ അവൻ എല്ലാം അറിയുന്നത് പോലെ, ഇത്തരത്തിൽ പോലെ, പോലെ തോന്നുന്നു, എന്ന പോലെ, അതുപോലെ എന്നിങ്ങനെയുള്ള മലയാളത്തിലെ പ്രയോഗങ്ങൾക്ക് പകരമാണ് ഇംഗ്ലീഷിൽ നമ്മൾ ആസ് ഇഫ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ആസ് ഇഫ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. He talks as if he knows everything. സത്യത്തിൽ അവൻ അതേപ്പറ്റി അറിയണമെന്നില്ല. പക്ഷെ സംസാരിക്കുന്ന രീതിയിൽ അവന് ആ പറയുന്ന കാര്യത്തിൽ നല്ല അറിവാണെന്ന് തോന്നും. അതുകൊണ്ടാണ് അതുപോലെ എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആസ് ഇഫിന്റെ യൂസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതേ രീതിയിലുള്ള കുറച്ച് സെന്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവൻ പെരുമാറി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവൻ പെരുമാറി. അതുപോലെ പെരുമാറി. അപ്പോൾ ഇതില് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ആസ് ഇഫ് ആണ്. എങ്ങനെയാണെന്ന് സെന്റൻസ് എഴുതി നോക്കാം. He behaved as if. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ. Nothing had happened. Nothing had happened. He behaved as if nothing had happened. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവൻ പെരുമാറി. അപ്പോ ആദ്യമേ പറഞ്ഞു, പോലെ എന്നൊരു അർത്ഥത്തിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആസ് ഇഫ് യൂസ് ചെയ്യുന്നത്. മറ്റ് സെന്റൻസസ് നോക്കാം. അവൻ ആ രഹസ്യം അറിയുന്ന മട്ടിൽ ചിരിച്ചു. അവൻ ആ രഹസ്യം അറിയുന്ന മട്ടിൽ. മട്ടിൽ എന്നുള്ളത് ഒരു ലോക്കൽ സ്ലാങ് ആണ് ഇവിടുത്തെ. അതിനു പകരം അവൻ ആ രഹസ്യം അറിയുന്നത് പോലെ ചിരിച്ചു. അതായത് അവന്റെ ചിരി കണ്ടാൽ നമുക്ക് തോന്നും അവൻ ആ രഹസ്യമെല്ലാം അറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ അത് അറിയണമെന്നില്ല. അപ്പൊ നമുക്ക് എഴുതാം, he smiled as if he knew the secret. He knew the secret. He smiled as if he knew the secret. അവനത് അറിയാവുന്ന മട്ടിലാണ് അവന്റെ ചിരി. ആക്ച്വലി അവൻ അതിനെ പറ്റിയൊന്നും അറിയണമെന്നില്ല. അപ്പോ അതുപോലെ ആയതുകൊണ്ട് നമ്മളിവിടെ ആസ് ഇഫ് യൂസ് ചെയ്തു. അവൻ ആത്മവിശ്വാസത്തോടെ ആൻസർ അറിയാവുന്നത് പോലെ ഇരുന്നു. അപ്പൊ അവന്റെ ഇരിപ്പ് കണ്ടാൽ നമുക്ക് തോന്നും അവനെ ആൻസർ അറിയാം. സത്യത്തിൽ ആൻസർ അറിയണമെന്നില്ല. അതുപോലെ ഇരുന്നു. ഈ സെന്റൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. He sat confidently as if he knew the answer. He knew the answer. He knew the answer. He sat confidently as if he knew the answer. ആ ആൻസർ അറിയാവുന്നത് പോലെ അവൻ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് അവിടെ ഇരുന്നിരുന്നത്. അവൾ എല്ലാം അറിയാവുന്നത് പോലെ എന്നെ നോക്കി. അവളുടെ നോട്ടം കണ്ടാൽ വിചാരിക്കും അവൾക്കെല്ലാം അറിയാമെന്ന്. അവളെല്ലാം അറിയാവുന്നത് പോലെ എന്നെ നോക്കി. She looked at me as if she knew everything. As if she knew everything. She looked at me as if she knew everything. അവളെല്ലാം അറിയാവുന്നത് പോലെ എന്നെ നോക്കി. ഇപ്പൊ പറഞ്ഞ ഈ സെന്റൻസുകളിൽ അല്ലെങ്കിൽ ഇവിടെയെല്ലാം as if ഉപയോഗിക്കുന്നത്
യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ തോന്നുന്നു എന്ന രീതിയിലാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെയെല്ലാം ആസ് ഇഫ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു കാണണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലായിട്ടായിരിക്കണമെന്നില്ല, പക്ഷെ എന്ന് തോന്നുന്നു എന്ന രീതിയിലാണ്. അപ്പൊ പോലെ, അതുപോലെ, എന്ന പോലെ, പോലെ തോന്നുന്നു എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് ആസ് ഇഫ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.